ഹലോ, അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് കറുപ്പ മുന്തിരി ഉണ്ട്, പിന്നെ ബത്തക്കയുണ്ട്, പിന്നെ മുട്ടക്കറി ഉണ്ട് കേട്ടോ, തേങ്ങരച്ചത്, പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്, റിഫ്ന സ്പെഷ്യലാണ്, പിന്നെ വെള്ളം, പിന്നെന്താണ് ബ്രെഡ് പോക്കറ്റ്, കട്ട്ലറ്റ്, പിന്നെ പരിപ്പ് വടി ഉണ്ട്. അപ്പോൾ ഇതാണ് സ്നാക്ക് ഐറ്റംസ് ആയിട്ട് ഇത് ഉണ്ട് കേട്ടോ. പിന്നെ ചായ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് പൊറോട്ടയാണ് മെയിനായിട്ട്. അപ്പോൾ പൊറോട്ട എന്താ അവിടെ ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള സംഭവം എന്ന് പറയാൻ, എനിക്ക് മറ്റേ ബ്രെഡ് പോക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ്, എനിക്ക് തിന്നണം, അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ തിന്നിട്ട് മെയിനായിട്ട് ഞാൻ അതായിരുന്നു കേട്ടോ തിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ നോമ്പ് തുറയ്ക്ക്? നിങ്ങളുടെ അവിടെ എന്തായിരുന്നു സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. എൻ്റെ അനിയത്തി പിന്നെ ഒരു കരച്ചിലും വീഴ്ചയിലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളെ കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുറുമ്പുണ്ടായിരുന്നു, ആ ഒരു കുറുമ്പിലാണ് ഓളിങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ബ്രെഡ് പോക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഒരു ബ്രെഡ് പോക്കറ്റ് എന്ന് പറയുന്നത് നല്ല ഫില്ലിങ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു. ആൻഡ് പിന്നെ പൊറോട്ട ഒന്നും ഞാൻ വല്ലാണ്ടൊന്നും തിന്നിട്ടുണ്ടായില്ല. കാരണം ഈ ഒരു ബ്രെഡ് പോക്കറ്റും ഇതൊക്കെ തിന്ന് സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ, മറ്റേന്താ നോമ്പ് തുറക്കുന്ന സമയം ഒരു സിപ്പ് വെള്ളം കുടിച്ചാൽ തന്നെ ഒക്കെ കത്തം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ ബത്തക്ക തിന്നു, പിന്നെന്താ പറയുക, ഈ ഒരു ബ്രെഡ് പോക്കറ്റും കുറച്ച് വെള്ളം അത് കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിന്നാനൊന്നിനും നിന്നിട്ടുണ്ടായില്ല. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു മാന്തലും പിടിക്കലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് വലിയ പുതുതായിട്ടുള്ള കാര്യമൊന്നും അല്ല. കാരണം ഈ ഒരു ഒരുമിച്ച് കൂടുന്ന സമയം എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉമ്മ കണ്ടില്ല എന്നൊന്ന് അടിക്കലാണ് കേട്ടോ. പക്ഷെ ഉമ്മച്ചി എന്താക്കും, ഓവറായ ഉമ്മച്ചി വഴിയെടുത്ത് വരും, അതാണ് പ്രശ്നം. അപ്പം ഞാൻ വല്ലാണ്ടൊന്നും നിൽക്കലില്ല, ഞാൻ നല്ല കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. എന്താ പറയുക, ഉമ്മ പിന്നെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എന്നിട്ട് ഉമ്മ നിസ്കരിച്ചൊക്കെ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് പൊറോട്ടയും ഈ ഒരു മുട്ടക്കറിയും കഴിച്ചത്. പിന്നെ പൊറോട്ടേൻ്റെ കൂടെ ഇന്നലെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുണ്ടായിരുന്നില്ല, ബീഫ് ഉണ്ടായിനെ. അപ്പോൾ ആ ഒരു ബീഫും കൂട്ടിയിട്ടാണ് കേട്ടോ പൊറോട്ടയും ബീഫും പിന്നെ ഈ ഒരു മുട്ടക്കറിയൊക്കെ ആയിട്ടാണ് കൂട്ടി. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കണ്ണൂർ എന്നൊക്കെ പറയുമ്പോൾ റമദാൻ മാസത്തിൽ സ്ട്രീറ്റൊക്കെ ഭയങ്കര സ്പെഷ്യലായിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം കണ്ണൂർ വന്നപ്പോഴാണ് ഇങ്ങനെ റമദാൻ മാസത്തെ സ്ട്രീറ്റ് വൈബൊക്കെ കണ്ടത് കേട്ടോ. പക്ഷേ എനിക്ക് ഇപ്പോൾ എല്ലായിടത്തും ആ ഒരു സംഭവം ഞാനിങ്ങനെ കണ്ടു വരുന്നുണ്ട്. എന്താ പറയുക, ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ റമദാൻ മാസം രാത്രി അങ്ങനെ പുറത്ത് അങ്ങനെ പോകാറില്ല കേട്ടോ. പക്ഷെ പോയി നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും പോകണം ഇൻഷാ അല്ലാഹ്. പിന്നെ ആ പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുത്തിട്ടില്ല. ഞങ്ങളെ ഒരു ഫാമിലി സ്റ്റോറി എന്ന് തന്നെ പറയുന്നത്, ഈ മറ്റേ പെരുന്നാൾ നാളെ ആണെങ്കിൽ ഇന്ന് പോയി എടുക്കുന്നത്, അതും ഇന്ന് രാത്രിയൊക്കെ പോയി എടുക്കുക, അങ്ങനത്തെ വൈബാണ് കേട്ടോ ഞങ്ങൾ. അപ്പം അങ്ങനെയായിരിക്കും എന്തായാലും എടുക്കുക. പിന്നെ എൻ്റെ അനിയത്തി ആരാൻ്റെ മാങ്ങ മരത്തുമെന്ന് പറിച്ചുകൊണ്ടെന്നൊരു മാങ്ങയാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു മാങ്ങക്ക് നല്ല മണം ഉണ്ടായിരുന്നു ഗൈസ്. എന്താ പറയുക, നല്ല ഒരു പച്ച മണം. അതും അതിൽ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെറിയ അനിയത്തിയാണ് വെച്ചത്. അപ്പോൾ കുറേ ഉള്ള മാങ്ങ ഓളെന്താക്കിയിട്ടുണ്ട്, പകുതി മുക്കാലും ഓള് തിന്ന് കഴിപ്പിച്ചിട്ടുണ്ട്. ഓളൊക്കെ തിന്ന് കഴിപ്പിച്ച് പിന്നെ ബാക്കി വന്നത് ഞാനും ഇതവളും അനിയത്തിയും കൂടിയിട്ട് തിന്നാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് ഉമ്മാക്കും തിന്നാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ അതുകൂടാതെ കുറച്ച് പൊട്ടാറ്റോ ചിപ്സ് ഇല്ലേ, റെഡ് പാക്കറ്റിൽ വരുന്നത്, അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങാനോ പറയാനോ ഒന്നിനും നിൽക്കില്ല, നമ്മൾ തിന്നാൻ നേരം നമ്മൾ കറക്റ്റായിട്ട് അവിടെ എത്തിക്കൊടുക്കുക. അതാണ് അതാണൊരു ന്യായം എന്ന് പറയുന്ന ആ ഒരു സംഭവം കേട്ടോ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ആൻഡ് ഈ ഒരു മാങ്ങൻ്റെ റബ്ബേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു സംഭവം.
അപ്പം എങ്ങനെ നമുക്ക് ആകെ 2 തന്നിട്ടുള്ളൂ, എന്താ ചെയ്യുക. അപ്പോൾ ബാക്കിൻ്റെ അനിയത്തി ഓള് ഒക്കെ തിന്ന്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ആ ഒരു കഥ കഴിഞ്ഞു. അങ്ങനെ പൊട്ടാറ്റോ ചിപ്സ് തിന്ന് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ മാങ്ങമ്മക്ക് വീണ്ടും ഫോക്കസ് ആക്കിയിട്ട് പിന്നെ ഞാൻ ബത്തൊക്കെ എന്താക്കി ലാസ്റ്റ് ഇതിൻ്റെ ഒരു നീരുണ്ടല്ലോ, ആ ഒരു മാങ്ങൻ്റെ വെള്ളം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താക്കി അതിലോട്ട് ബത്തൊക്കെ വെച്ചിട്ട് തിന്നു കേട്ടോ. എൻ്റെ മോനെയോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. എനിക്കല്ലെങ്കിൽ ഈ ഒരു സോർ ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനനുസരിച്ച് തൊണ്ടക്ക് കേടും ഉണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ തിന്നു. പിന്നെ എന്താ പറയുക, പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഇതാണ് ടേബിളിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ എരിവുള്ള ആ ഒരു ഇത് തിന്ന് മട്ടിപ്പ് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കാരണം എൻ്റെ അനിയത്തി വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരെയായിരിക്കും. ആ സമയത്ത് ഞാനിങ്ങനെ പറയേണ്ടത് തന്നെയാണ്, അല്ലാപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക. പിന്നെ എന്തോ ഒരു മാജിക് പോപ്പ് എന്ന് പറഞ്ഞിട്ട് നാവിലിട്ടാലും മറ്റേ പൊട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അതും. പിന്നെ ഇത് മറ്റേ പണ്ടത്തെ ഒരു മിഠായിയാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്താ പറയുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇതുപോലെ വീഡിയോസ് ഞാൻ കുറേ ഇടും. നമുക്ക് ആകെ ഒരു ഈദ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഉണ്ടാവും, ഞാൻ എന്താ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.